അസ്സലാമലൈക്കും. അതിൻ്റെ മൈക്ക് കെട്ടുണ്ട് ഉസ്താദെ. ചോദിക്കാതായാലും എനിക്കിവിടെ ഓൻ അതൊരു സമായി നിറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. ദുആയിൽ ഒതുവെടുത്ത് കഴിഞ്ഞിട്ടുള്ള ദുആയിൽ കണ്ണ് രണ്ടും മേൽപോട്ട് ഉയർത്തി കൈ രണ്ടും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്യാൻ പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ദുആയിലൊക്കെ അങ്ങനെ സുന്നത്താണെന്ന് മേൽപോട്ട് കണ്ണുയർത്തുന്ന സുന്നത്താണെന്നോ മറ്റോ ഒന്നും പറഞ്ഞിട്ട് കാണുന്നില്ല. അങ്ങനെ എന്താണ് പ്രത്യേകമായി ഒളുവിന്റെ ദുആയിൽ മേൽപോട്ട് കണ്ണും കൈയും ഉയർത്തി ദുആ ചെയ്യാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണെന്നും, അല്ല സാധാരണ എല്ലാ നിസ്കാരത്തിലും ദുആ ചെയ്യുന്ന സമയത്തും കണ്ണുയർത്തൽ സുന്നത്തുണ്ടോ എന്നും അറിയാൻ വേണ്ടിയാണ് മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. പൈലക്സിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇടക്ക് ഒന്നും വ്യക്തമായിട്ട് മുഴുവനുമായ പ്രശ്നം എന്തോ ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. ചോദ്യം ഒന്നും വ്യക്തമായി കേട്ടിട്ടില്ല സൂര്യ. ഇങ്ങനെ മുറിഞ്ഞാണ് കേട്ടത്. അതിന്റെ ഇടയ്ക്ക് തന്നെ ഞാന് ഒന്ന് പുറത്ത് ബിസി ആയി പോവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് രണ്ടാമതൊന്ന് മൈക്ക് എടുത്തു നോക്കി ശരിയാവോ നോക്കാം. നമുക്ക് എന്തോ ഒരു തകരാറ് ഏതായാലും ഉണ്ട്. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം, വുളുവിന് ശേഷം രണ്ട് കണ്ണും കൈയും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്യണമെന്ന് പറയാറുണ്ട്. അതേ സമയത്ത് സാധാരണ നിസ്കാരത്തിലോ മറ്റോ സമയത്ത് കണ്ണ് മേൽപോട്ടാക്കിയിട്ടോ കൈ മേൽപോട്ടാക്കിയിട്ടോ ദുആ ചെയ്യാൻ പറയുന്നത്, ദുആക്ക് കൈ പിടിക്കാൻ പറയേണ്ട കോലം പറഞ്ഞിട്ടുണ്ട്. ഈ വുളുവിൽ എന്താണ് പ്രത്യേകം ആകാശത്തെ കണ്ണു ഉയർത്തി ദുആ ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം എന്നറിയണം. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. നിസ്കാരത്തിലല്ലാതെ ഏത് ദുആയിലും കണ്ണും കൈയും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. വുളുവിന്റെ ശേഷമുള്ള ദുആയിൽ മാത്രമാണ് കണ്ണും കൈയും ആകാശത്തിലേക്ക് ഉയർത്തി ദുആ ചെയ്യേണ്ടത് എന്ന് എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് നിസ്കാരത്തിലെ മുന്നിടേണ്ട ഖിബില കഅബ ശരീഫ് ആയതുപോലെ ദുആഇന്റെ ഖിബില അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാവുന്ന ആകാശമായതുകൊണ്ട് ആ ഖിബില കൊള്ളെ കയ്യും കണ്ണും ഉയർത്തൽ സുന്നത്താണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വുളുവിന്റെ ശേഷമുള്ള സുന്നത്തിൽ മാത്രം അങ്ങനെ എന്നല്ല, ദുആയിലൊക്കെ അങ്ങനെ തന്നെയാണ് നല്ലത്. അതേ സമയത്ത് നിസ്കാരത്തിൽ അത് പാടില്ല. അത് നിസ്കാരത്തിൽ കീഴ്പോട്ട് സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്, മറ്റുള്ള സ്ഥാനത്തേക്ക് നോക്കി ശ്രദ്ധ തിരിക്കണ്ട എന്നതുകൊണ്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ചോദ്യം ഉണ്ടായിരുന്നു. ഉസ്താദ് ക്ഷമിക്കണം, ചോദ്യം ധാരാറാണെങ്കിൽ. ഉസ്താദ് ഇത് ജീവികളെ പള്ളിയുടെ ചുമരന്മേൽ വെച്ചിട്ടും കൊല്ലരുതെന്ന് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പല്ലിയെ എങ്ങനെയാണ് നമ്മൾ കൊല്ലുക എന്നുള്ളതാണ്. സാധാരണ ഉസ്താദമാരൊക്കെ ചില ആളുകൾ ചുമരുമേലുള്ള സമയത്ത് തന്നെ പല്ലിയെ ഇങ്ങനെ ചുട്ടിയിടും. അതുപോലെ തന്നെ ഒറ്റയടിക്ക് കാണാറുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഉസ്താദെ, പള്ളിയിൽ നജസ് കണ്ടാൽ അത് കണ്ട ആള് നീക്കണം. പക്ഷെ അതിന് ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇളവുണ്ടോ എന്നുള്ളതാണ് ഉസ്താദിനോട് ചോദ്യം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, അവിടുന്ന് ഒരു പഴയ പള്ളിയിൽ നിസ്കരിക്കാൻ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പള്ളിയിൽ കയറിയാലും മുഴുവനും ഈ പല്ലിപ്പിട്ടയും അതുപോലെ തന്നെ വാവലിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് മുഴുവൻ വൃത്തിയാക്കിയ ശേഷമാണ് നമുക്ക് വരാൻ പറ്റൂ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ആ പള്ളി നജസ് കണ്ടാൽ അത് കണ്ടവരുടെ മേലില് അത് ഫർള് ഐനാണ് എന്ന് പറഞ്ഞപ്പോ അത് എവിടെയെങ്കിലും നല്ല വൃത്തിയുള്ള ചുറുക്കുള്ള പള്ളിയില് എവിടെയോ ഒരു സ്ഥലത്തൊരു പള്ളിക്കാഷ്ടം പോലത്തത് കണ്ടാൽ അത് വൃത്തിയാക്കണം എന്ന് ഇപ്പൊ മറ്റേ കല്ലേരിക്ക് സംശയമില്ല. എപ്പോഴും ഉപയോഗമില്ലാത്തൊരു പഴയ പള്ളി ആളുകളൊക്കെ അങ്ങനെ കയറിയ നരിച്ചീറിന്റെയും പല്ലിയും മറ്റുമൊക്കെ കാഷ്ടങ്ങള് അല്ലെങ്കിൽ പ്രാവിന്റെ കാഷ്ടമൊക്കെ ആകെ മലിനമായി കിടക്കുന്നുണ്ട്. എന്നാൽ അത് വൃത്തിയാക്കാൻ നിന്നാ ഓനിപ്പോ ഒരു പണിയായി കിട്ടുമല്ലോ. അത് പണിയായി എടുക്കൽ മുസ്ലിമിന്റെ മേൽ ഫർള് ഐനാണ് എന്നപ്പൊ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരാകും. കാരണം അത് കണ്ടവരപ്പോൾ വൃത്തിയാക്കാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ അത് വൃത്തികേടായി കിടക്കാൻ കാരണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി വൃത്തികേടായി കിടന്നാൽ അത് അറിഞ്ഞ ആളുകളുടെ മേൽ അത് വൃത്തിയാക്കൽ ഫർള് ഐനാണ്. ഇല്ലെങ്കിൽ അവൻ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരാകും. ശരിയല്ലേ? ഇല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പള്ളിയെ കൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ജീവിയാണെങ്കിൽ പോലും നജസ് പള്ളിയിലാകുന്ന നിലക്ക് അഥവാ അതിന്റെ രക്തത്തിന്റെ ഭാഗം പള്ളിയിലാവുന്ന നിലക്ക് കൊല്ലാതിരിക്കുക തന്നെയാണ് വേണ്ടത്. പള്ളിയെ പുറത്തേക്ക് തട്ടിയിടുക ഒക്കെ ചെയ്യാം. പള്ളിയുടെ ചുമരുമ്മല് അതല്ലെങ്കിൽ പായല് പോലത്തെ പള്ളിയുടെ ഭാഗങ്ങളിലായി കൊണ്ട് ചെയ്യുന്നത് ഏതായാലും നല്ലതല്ല. ബഷീറെ, കാര്യമായ ലൈവ് നടക്കുന്നുണ്ടെങ്കിൽ മൈക്ക് എടുക്ക, ലൈവ് കൊടുക്ക. മനസ്സിലായില്ലേ? ഞമ്മക്കിത് നാളെയും ബാക്കിയുള്ളത് പറയുന്നതിന് തടച്ചിലൊന്നുമില്ല. ഇല്ല, അത്ര പ്രധാനപ്പെട്ട ലൈവ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം കൂടിയൊക്കെ അങ്ങനെയാണ് പോയിക്കോട്ടെ എന്ന് മാത്രം. അത് അവിടെ നേരത്തെ ലൈവ് കൊടുത്തിരുന്ന ബഷീർ താഴത്തുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നല്ല പ്രധാനപ്പെട്ട ലൈവ് നടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് മൈക്ക് കൊടുക്കാം എന്ന് ഉണർത്തുന്നു. മൈക്ക് വിട്ടു. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഉസ്താദ് ബഷീർ പറയുന്നുണ്ട്, നമുക്ക് ലൈവ് വരാം. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചെങ്കിൽ, പകൽ നിസ്കാരങ്ങളിലെ ദുഹറിലും അസറിലും ഒക്കെ ഫാത്തിഹയും സൂറത്തും ഇമാമ് ഉറക്കെ ഓതുന്നുണ്ട് ജമാഅത്തില്. അത് രാത്രി അല്ല, ഉറക്കെ ഓതാറില്ല, രാത്രിയിൽ ഉറക്കെ ഓതാറുണ്ട്. അത് എന്തുകൊണ്ടാണ് ഈ ഉറക്കെ ഓതുന്നത്? പകലിൽ എന്താ ഉറക്കെ ഓതാത്തത്? പിന്നെ ഈ റുക്കുയിലും സുജൂദിലും ദിക്റൊന്നും രാത്രിയിൽ ഉറക്കെ ഓതുന്നില്ലല്ലോ, അതിന്റെ കാരണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും മക്ക ഷരീഫിൽ ജീവിച്ചിരുന്ന കാലത്ത് ശത്രുക്കളുടെ ഉപദ്രവം വളരെ കഠിനമായ സമയത്ത് ഖുർആൻ ഉച്ചത്തിൽ ഓതിയാൽ പകൽ സമയങ്ങളിൽ ശത്രുക്കളാവുന്ന മുശ്രിക്കീങ്ങൾ അത് കേൾക്കുകയും അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും വിശുദ്ധ ഖുർആൻ ഷരീഫിനെയും ജാഹിലീങ്ങളായ ഈ മുശ്രിക്കുകൾ അധിക്ഷേപിച്ച് കുറ്റം പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചു, ശത്രുക്കൾ കേൾക്കുമാർ ഉച്ചത്തിൽ ഓതി അവർ അള്ളാഹുവിനെയും ഖുർആനിനെയും അധിക്ഷേപിക്കാൻ ഇടവരുത്തണ്ട, നിങ്ങൾ പതുക്കെ ഓതിയാ മതി. അതേ സമയത്ത് അന്നത്തെ മക്ക ഷരീഫിന്റെ പ്രത്യേക സിറ്റുവേഷനിൽ സൂര്യാസ്തമയത്തോടു കൂടി എല്ലാവരും അവരവരുടെ വീടുകളിൽ അടങ്ങും, പിന്നെ വെളിച്ചം വെച്ചിട്ടേ പുറത്തിറങ്ങൂ. അപ്പൊ ആ സമയത്ത് ശത്രുക്കളുടെ ശല്യം ഇല്ലാത്തതിനാൽ മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്ന സമയങ്ങളിൽ ഉച്ചത്തിൽ ഓതുകയും ചെയ്യുമായിരുന്നു. പിന്നീട് മദീനയിൽ വന്നപ്പോ ഇങ്ങനെയുള്ള പ്രതിബന്ധം ഇല്ലാത്ത സാഹചര്യത്തിലും പഴയ അവസ്ഥ നിലനിർത്താൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഇന്ന് ലോകത്ത് എവിടെയും അൽഹംദുലില്ലാഹ് നിസ്കരിക്കുന്നതിനോ ഖുർആൻ ഓതുന്നതിനോ യാതൊരു തടസ്സവുമില്ലാത്ത അത്രയും വിശാലമായ സൗകര്യം അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന് ചെയ്തു തന്നപ്പോഴും അതേ അവസ്ഥ നിലനിർത്താൻ
പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അനുഭവിച്ച ബുദ്ധിമുട്ടും ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങളും അന്ന് ശത്രുക്കളിൽ നിന്ന് അവർ അനുഭവിച്ച പ്രയാസങ്ങളുമൊക്കെ മുസ്ലിം ലോകം എന്നും ഓർത്ത് ഇന്ന് അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തിന് അള്ളാഹുവിന് അറിഞ്ഞ് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നും ആ നിലനിർത്തിയത്. എന്നാൽ ജുമുഅ, പെരുന്നാൾ നിസ്കാരം പോലെയുള്ള പകൽ നിസ്കാരങ്ങളിൽ ഒച്ചത്തിൽ ഓതുന്നത് അതൊക്കെ മദീനയിൽ വന്നതിന് ശേഷം നടപ്പിലായതാണ്. അവിടെ ഈ പ്രയാസം ഇല്ലാത്തത് കൊണ്ട് അത് പിന്നെ പെരുന്നാൾ നിസ്കാരാണെങ്കിലും അതുപോലെ തന്നെ ജുമുഅ നിസ്കാരാണെങ്കിലും ഒക്കെ ഉച്ചത്തിൽ ഓതാം. ഇങ്ങനെയാണ് അതതിന്റെ അടിസ്ഥാനം. അങ്ങനെയാണ്. ഇന്ന് ആ കാരണം ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ഓതണം എന്ന് പറയാൻ കാരണം അന്നത്തെ അവസ്ഥ ഓർക്കാനും ഇന്ന് അല്ലാഹു തആല ചെയ്തു എന്ന നിഅമത്തിന് ശുക്ർ ചെയ്യാൻ കാരണമാകാനും വേണ്ടിയിട്ടാണ്. ഓക്കെ. മറ ഞാൻ കഴിഞ്ഞ പാഠമാണ്. മറ ഉണ്ടാക്കുന്നതിന്റെ തർത്തീബ് പറഞ്ഞതിന് ശേഷം അവസാനമായി പറഞ്ഞതാണ് സുമ്മ ഇൻ അജസ അൻഹു ഖത്ത അമാമഹു ഖത്തൻ ഫീ സലാസത്തി അദ്റുഇൻ അർളൻ ഔ തൂലൻ. ഇന്ന് വലിയൊരു പള്ളിന്റെ ഉള്ളിൽ കടന്നാല് അവിടെ തൂണ് ഇല്ലാതെ ഒരുപാട് പള്ളികൾ ഉണ്ടാവും. സാധാരണ സഫുകൾക്ക് വേണ്ടി, സഫ് കെട്ടാൻ വേണ്ടി വലിയ കാർപ്പറ്റിൽ, പിന്നെ പ്ലെയിനൊന്നുമില്ലാതെ കാർപ്പറ്റിൽ ഇങ്ങനെ വര വലിച്ചത് കാണും സഫ് ഒപ്പിക്കാൻ വേണ്ടി. ആ വരയും ഈ മറയിൽ പെടൂല എന്നറിയാനാണ് പള്ളിയിൽ കയറി ഒരാള് ആ വര അനുസരിച്ച് സഫ് കെട്ടാൻ വേണ്ടി തയ്യാറാക്കിയ വരയിൽ നിന്ന് നിസ്കരിച്ചാൽ മറയാകുമോ എന്നറിയാനാണ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ആ തർത്തീബ് വായിച്ചുകൊണ്ടാണെങ്കിൽ മറയാവും. ചുമര് തൂണ് പോലത്തെ സ്ഥിരമായതില്ല. സ്റ്റൂള് അസ്സലാമു അലൈക്കും. ഉസ്താദ് മൈക്ക് ഇട്ടതാണോ എന്നറിയില്ല, അത് ഡിസൈഡ് ആണോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഇൻഷാല്ലാഹ് ഇപ്പൊ എത്തും. ഉസ്താദിന്റെ നെറ്റ് ഡി.സി ആണ്. അപ്പൊ ഇൻഷാല്ലാഹ് ഉസ്താദ് ഇപ്പൊ എത്തും. ഡി.സി അൺബോൺസ് ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട. എൻകുട്ടിയെ ഉസ്താദിന് അൺബോൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉസ്താദ് ഇൻഷാല്ലാഹ് ഇപ്പൊ എത്തും. കാരണം ഉസ്താദിന് ഡി.സി ആയപ്പോ എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇതാക്കിയതാണ്. ഇൻഷാല്ലാഹ് ഉസ്താദ് ഇപ്പൊ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ ചെറിയ പ്രോബ്ലം കട്ടുണ്ടെന്നാണ്, അവിടെ നെറ്റ് ഫുള്ള് കട്ടുണ്ടെന്നാണ്. അവസ്ഥ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഉസ്താദ് മൈക്കിലേക്ക് വരും. മൈക്ക് ഡി.സി. അസ്സലാമു അലൈക്കും. ആ സുനിന്റെ ചോദ്യത്തിന് മറുപടി കഴിഞ്ഞാണ്. പിന്നെ മൈക്ക് വിട്ടതായിരുന്നു. മൈക്ക് വിട്ടതോടുകൂടി ഈസി ആയും ചെയ്തു. ഇനി അടുത്ത ആളെടുത്ത് മൈക്ക് ചോദിച്ചോളൂ. ഞാൻ സുനിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് കേട്ടിട്ട് കഴിഞ്ഞോ? അത് കേട്ടില്ലാന്നോ? തർത്തീബ് പാലിച്ചുകൊണ്ടാണെങ്കിൽ അത് മറയായി പരിഗണിക്കപ്പെടുമെന്ന് ഇതിലിങ്ങനെ മെസ്സേജ് വരാറുണ്ട്. DC ആയാല് ആ കണ്ടത് പറഞ്ഞതിന് ശേഷം നീ കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. അതായത് ചുമര്, തൂണ്, മെമ്പർ പോലെ സ്റ്റൂള്, വടി പോലത്തെ താൽക്കാലികമായ ഉയരമുള്ളത്, അത് രണ്ടും ഇല്ലെങ്കിൽ ഒരു മുസല്ല വിരിക്കുക, അതും ഇല്ലെങ്കിൽ വരക്കുക എന്ന് പറഞ്ഞാൽ ആ വര ഈ തർത്തീബ് പാലിച്ച സൊഫ അടയാളപ്പെടുത്താൻ വേണ്ടി ഇത് കാർപ്പറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ മാർബിളിലോ ഒക്കെ പ്രത്യേക കളറോ മറ്റോ ആയിട്ട് അടയാളപ്പെടുത്തിയ വര ഈ വരയായിട്ട് പരിഗണിക്കപ്പെടും. പക്ഷെ തർത്തീബ് പാലിക്കണം. തൂണിലും ചുമരിലും സൗകര്യമില്ല, അതുപോലെ തന്നെ സ്റ്റൂള്, കസാല പോലെയുള്ള വസ്തുക്കൾ വെച്ചുകൊണ്ടും മുന്നിടാനുള്ള സുത്രത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ ആ വര
സുത്രത്തായി പരിഗണിക്കപ്പെടും. ഓക്കെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. തങ്ങൾ പാപ്പ മൈക്കിലുണ്ട്, പെട്ടെന്ന് മൈക്കിലേക്ക് വന്നു പോയതാണ്. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട അബൂജാക്കർ ഉസ്താദ് DC ആയതാണെന്ന് അറിയില്ല. അപ്പോൾ ലാസ്റ്റ് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയതായിരുന്നു അല്ലേ? ആ ഉസ്താദ് കേൾക്കുന്നുണ്ട്. ഉസ്താദ് ഇപ്പൊ പറഞ്ഞ മറുപടി കേട്ടിരുന്നു ഉസ്താദെ. പിന്നെ ഓക്കെ ഓക്കെ, തങ്ങൾ പാപ്പ ചോദിക്കാൻ പറഞ്ഞു. പിന്നെ ഉസ്താദ് ഞാന് പിന്നെ ഒരു ചോദ്യം നേരത്തെ പള്ളിയിൽ നിന്ന് തുപ്പുന്നതിനെ പറ്റി ഉള്ള ഒരു ചോദ്യമാണ്. ഉസ്താദ് പറഞ്ഞു പള്ളിയിൽ പെടാത്ത പിന്നെ മണ്ണില് തുപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു ചട്ടി പോലത്തത് പള്ളിയിൽ കൊണ്ടാച്ചിട്ട് അതിൽ തുപ്പ എന്നാണോ ഉസ്താദ് പറഞ്ഞത്? ഇതിന്റെ ഉരുള് എന്നുള്ളത് അറിയില്ല, ഒരു സംശയം കൊണ്ട് ചോദിക്കുന്നതാണ്. പിന്നെ കൂടാതെ ഉസ്താദെ പിന്നെ ഈ മുന്നിൽ തുപ്പരുത് എന്ന് പറഞ്ഞത് അള്ളാഹു നമ്മളെ നിസ്കരിക്കുന്ന സമയത്ത് മുന്നിൽ തുപ്പരുത് എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് മുന്നിട്ടത് കൊണ്ടാണ് പിന്നെ എന്ന് ഉസ്താദ് സൂചിപ്പിച്ചു. അപ്പോൾ നിസ്കരിക്കുന്ന ഒരാളുടെ മനസ്സിൽ അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നത് മുന്നിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതല്ല പിന്നെ അതൊരു ഇഹ്തിറാമിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചാണ് ഉസ്താദെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വനെ അതല്ലേ കല്ലേരിയ നമ്മൾ അവിടെ പറഞ്ഞത്? ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ തന്നെ പ്രത്യേകമായ ഹദീസിന്റെ അർത്ഥം വിശദീകരിച്ചല്ലോ. ആ അർത്ഥത്തിന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ടും റിള കൊണ്ടും മുന്നിടും എന്നാണ് പറഞ്ഞത്. അപ്പൊ അവനിലേക്ക് മുഖാബലത്ത് ചെയ്യുക എന്ന് പറഞ്ഞത് അവനോട് മുനാജാത്ത് കൊണ്ട് മുഖാബലത്ത് ചെയ്യുക എന്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലാണ് എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ മുനാജാത്ത് അഥവാ സംഭാഷണം നടത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അഭിമുഖമായി സംഭാഷണം നടത്തുന്ന മാനസികാവസ്ഥയിലാണുള്ളത്. ആ നിലക്ക് അള്ളാഹു നമ്മളിലേക്ക് മുഖാബിലാവും എന്ന് പറഞ്ഞാൽ അവന്റെ റിള കൊണ്ടിട്ടും അവന്റെ റഹ്മത്ത് കൊണ്ടിട്ടും എന്നാണ്. അല്ലാതെ അള്ളാഹുവിനെ മുന്നിലായി സങ്കല്പിക്കുക, ഇടത്തുവശത്തായി സങ്കല്പിക്കുക, വലത്തുവശത്തായി സങ്കല്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഭാഗം സങ്കല്പിക്കുന്നതിന്റെ ഭാഗമാണ്. അത് കുഫ്രിയത്തിലേക്ക് കൂട്ടുന്ന തെറ്റിദ്ധാരണയാണ്. അങ്ങനെ വിശ്വാസം നമുക്കില്ല. മറിച്ച് അള്ളാഹുവിലേക്ക് മുന്നിടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുക. നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യാണ്. മുനാജാത്ത് എന്ന് പറയുമ്പോൾ ഒരു ആളോട് മുനാജാത്ത് ചെയ്യൽ അഭിമുഖമായിട്ടാണല്ലോ. ആ നിലക്ക് നമ്മൾ അള്ളാഹുവിനെ നേരിട്ട് മുനാജാത്ത് ചെയ്യുന്ന അവസ്ഥയിലായത് കൊണ്ട് മുമ്പിലേക്ക് തുപ്പുന്നത് അദബുകേടാണ്. അള്ളാഹു നമ്മളിലേക്ക് മുന്നിടും പറഞ്ഞാൽ അവന്റെ റിള കൊണ്ടിട്ടും റഹ്മത്ത് കൊണ്ടിട്ടുമാണ്. അപ്പൊ ആ റിളയും റഹ്മത്തും കിട്ടാൻ വേണ്ടി റബ്ബിനോട് മുനാജാത്ത് ചെയ്യാന്നാണ് നമ്മൾ മുഖാബലത്ത് ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അല്ലാതെ അള്ളാഹുവിന് ഭാഗത്ത് സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ വിശ്വാസത്തിൽ വന്നു പോകാൻ പാടില്ല. വലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഉസ്താദ്. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു ഉസ്താദെ. പിന്നെ 2 ചോദ്യം ആയതുകൊണ്ട് ഉസ്താദ് ഒരു സോറി പറയുന്നത്. അതായത് ഉസ്താദ് പള്ളിയിൽ തുപ്പുന്ന കാര്യം പറഞ്ഞപ്പോ പള്ളിയിൽ പെടാത്ത പിന്നെ മണ്ണിൽ തുപ്പാം, മണ്ണ് പോലത്തതിൽ തുപ്പാം എന്നുള്ള നിലക്ക് ഉസ്താദ് വിശദീകരിച്ചു. അത് റെഡിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഉസ്താദെ ചോദിക്കുന്നത്. അത് പള്ളിയുടെ വഖഫ് അല്ലാത്ത പിന്നെ പള്ളിയുടെ പുറത്ത് ആയ ഭാഗമാണോ, അതല്ല നമ്മൾ ചട്ടി പോലത്തത് ഇപ്പൊ സാധാരണ പ്രായമുള്ള ആളുകൾ തുപ്പാൻ കൊണ്ടാക്കുന്നത് പോലെ പള്ളിയിൽ കൊണ്ടാച്ചിട്ട് തുപ്പാമെന്നാണോ എന്നുള്ളതാണ്. കാരണം നജസ് ഇപ്പൊ മൂത്രമൊഴിക്കൽ പോലത്തത് പാത്രം വെച്ച് പോലും പറ്റുകയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോ അവിടെയുള്ളൊരു സംശയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുപ്പൽ നജസല്ല, പള്ളിയിൽ പരുളല് പള്ളിയുടെ ഹുർമത്ത് കേടാക്കലാണ്. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞു. പള്ളിയിലാവാത്ത നിലക്ക് പുനർവിരവില്ല. എന്നാൽ പോലും പള്ളിയെ ബഹുമാനിച്ചുകൊണ്ട് മുമ്പുള്ള ആളുകളൊക്കെ ഈ കോളാമ്പി അല്ലെങ്കിൽ പടുക്കം പോലത്തത് കയ്യിലെടുത്തുകട തുപ്പിയിട്ട് താഴെ വെക്കല. അതാ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജസാക്കല്ലാഹ് ഉസ്താദ്. ഞാൻ മറുപടി കേട്ടിട്ടുണ്ട് ഉസ്താദെ, പക്ഷെങ്കിൽ ഉസ്താദ് കട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഉസ്താദ് DC ആണോന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് പിന്നെ തങ്ങൾ പോവാനോട് സോറി പറയുന്നു, ഞാൻ മൈക്കിൽ വന്നുകൊണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടാം. ഉസ്താദ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കേട്ടിട്ടുണ്ടെന്ന് ഉസ്താദിനെ അറിയിക്കുന്നു. ഇപ്പൊ ഉസ്താദ് DC-യിലാണോ ഉള്ളത് എന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് മസാല സംബന്ധമായിട്ടല്ല ചോദിക്കുള്ള വേറെ ചോദ്യമാണ്. ഇപ്പൊ റജബ് മാസമാണല്ലോ. ഈ റജബില് പിന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായിട്ട് ഹദീസുകളിൽ വന്നതായി ഉസ്താദുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ദുആ പല ഉസ്താദുമാരും പല രീതിയിലാണ് ദുആ ചെയ്യുന്നത് കേട്ടിട്ടുള്ളത്. കുറെ ആളുകൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ വ ശഅബാൻ എന്ന് പറയുന്നു. അപ്പോ ഇതിന്റെ ഒരു ചർച്ചയിൽ ഞാൻ കണ്ടു, ഇത് റിവായത്തിൽ റജബിൻ എന്നാണുള്ളത്. അതുപോലെ അറബിയുടെ ഗ്രാമറുമായി തട്ടിച്ചു നോക്കുമ്പോൾ റജബിൻ എന്ന് പറയാൻ പാടില്ല, റജബ എന്ന് പറയണം, അങ്ങനെയൊക്കെയുള്ള പല ചർച്ചകളും കണ്ടു. അപ്പൊ എന്റെ ചോദ്യം, ഏത് രീതിയിൽ ഇങ്ങനെ ദുആ ചെയ്യലാണ് നല്ലത്? ഇനിയിപ്പോ റിവായത്തിൽ റജബിൻ എന്നാണ്, ഗ്രാമർ പ്രകാരം നല്ലത് റജബ എന്നാണെങ്കിൽ അപ്പോ ആ ഒരു അത്ര ഒരു പരിഗണന വന്നില്ല, ഈ ഒരു അറബി ഭാഷയുടെ പരിഗണന വന്നില്ല എന്നൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുമല്ലോ. ഉസ്താദ് വിശദമായി പറഞ്ഞാലും. മൈക്ക് റിലീസ്. പല പ്രാവശ്യം വിശദമായി പറഞ്ഞ മറുപടിയാണത്. അതേലും ചോദിച്ച ആള് കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത്. ഏതായാലും ഇന്നൊരു സുഖമില്ലാത്ത ദിവസമാണ് ബൈലക്സ്. ഇടക്ക് ഇങ്ങനെ DC ആയിക്കൊണ്ടും കട്ടു വന്നുകൊണ്ടും ഒരു സുഖമില്ലാത്ത ഒരു ദിവസം. ഏതായാലും ആട്ടെ, ഹദീസിൽ വന്നതും ഗ്രാമറും രണ്ടാവാൻ പാടില്ല. ഏറ്റവും വലിയ ഗ്രാമർ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലും ഖുർആനിലുമാണ്. അതിന്റെ കീഴ്പ്പെട്ട ബാക്കിയുള്ള ഫുസഹാഉൽ അറബ് എന്ന് പറയുന്ന അറബി സാഹിത്യകാരന്മാരുടെ പൂർവികരായ അറബികളുടെ വാക്ക് അടിസ്ഥാനമാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഖുർആനിൽ വന്നാൽ അത് തന്നെയാണ് ശരിയായ ഗ്രാമർ നിയമം. അല്ലെങ്കിൽ ഹദീസിൽ വന്നാലും അത് തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കി കൊടുത്ത് തെറ്റ് ആണ് ചില ആളുകൾക്ക്. അതായത് റജബ് എന്നത് ഒരു ഇസ്മ അലമായിട്ട്, ഒരു പ്രത്യേക മാസത്തിന്റെ ഇസ്മ അലമായിട്ട് കാണലുണ്ട്. അതല്ലാതെ കേവലം ഒരു ഇസ്മ ജിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മുത്തലഖായ ഇസ്മായിട്ടും അറിയപ്പെടാറുണ്ട്. ഇസ്മ എന്ന നില വെച്ചാൽ അവിടെ ഒയറ് മുൻസരിഫ് ആവാനുള്ള ഇല്ലത്ത് പൂർത്തിയായിട്ടില്ല. വസ്ന് ഫീലും അരമീയത്തും എന്ന് പറയുന്ന രണ്ട് ഇല്ലത്ത് വരുമ്പോഴേ ഒയറ് മുൻസരിഫ് ആവുള്ളൂ. ഒയറ് മുൻസരിഫ് ആവുമ്പം റജബ എന്നാണ് പറയേണ്ടത്. അതിന് അലമാണ് എന്ന് വെക്കുമ്പോളാ, അലമല്ല ഇസ്മാണ് എന്ന് വെച്ചാൽ രണ്ട് ഇല്ലത്തില്ല, ഒരു ഇല്ലത്തേ ഉള്ളൂ. അപ്പൊ റജബിൻ എന്ന് പറയാം. അപ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന എന്ന് പറഞ്ഞാൽ അവിടെ അലമിയത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ ഇല്ലത്ത് പരിഗണിക്കാത്തത് കൊണ്ട് വസ്ന് ഫീല് മാത്രമേ ഉള്ളൂ. ഒരു ഇല്ലത്ത് വന്നത് കൊണ്ട് ഒയറ് മുൻസരിഫാവൂല. അപ്പൊ മുൻസരിഫാണ്. ഫീ റജബിൻ എന്ന് തന്നെ പറയും. ചില ആളുകൾ അത് അലമാണ് എന്ന പരിഗണന വെച്ച്, അപ്പൊ വസ്ന് ഫീലും അലമിയത്തും രണ്ട് ഇല്ലത്തുള്ളത് കൊണ്ട് ഒയറ് മുൻസരിഫാണ് എന്ന പരിഗണനയിൽ ഫി റജബ എന്ന് പറയുന്നു. പക്ഷെ ഫി റജബ എന്ന് പറയുന്നത് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു 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 അസാംഗത്യം, എന്തോ ഒരു ഭംഗിക്കുറവ് ഏതായാലും ഉണ്ട്. അതുകൊണ്ട് ആ അലമിയത്ത് പരിഗണിക്കാതെ കേവലം ഇസ്മായി പരിഗണിച്ച് വസ്ന് ഫീല് എന്ന ഒറ്റ ഇല്ലത്ത് കൊണ്ട് ഒയറ് മുൻസരിഫാവില്ല എന്ന് വെച്ചിട്ട് ഫി റജബിൻ എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്. എന്നാൽ റജബ എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യായം അലമിയത്തും വസ്ന് ഫീലും ഉണ്ട്, അതുകൊണ്ട് ഒയറ് മുൻസരിഫാണ് എന്ന ന്യായം വെച്ചിട്ടാണ്. ഓക്കെ, രണ്ടും തമ്മിൽ എതിരല്ല. ഹദീസിൽ സഹിയായ റിവായത്ത് എങ്ങനെയാണോ വന്നത്
അതുപോലെ. പക്ഷെ ആ ഹദീസ് ലൈഫായ ഹദീസ് ആണെന്നാലും ഫളായിലുൽ അമാലിൽ അമൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതനുസരിച്ച് അങ്ങനെ ദുആ ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നല്ല ക്ലിയർ ഉണ്ട് സാറേ. ഏതായാലും എന്റെ സംശയം, ഈ പള്ളിയിൽ മൂത്രമൊഴിക്കുന്നതിനെ പറ്റി നേരത്തെ ഹറാമാണെന്ന് വെച്ചാൽ പറഞ്ഞിരുന്നു. അപ്പം കുട്ടിയെ കൊണ്ട് ചോദിച്ചാൽ പറഞ്ഞിരുന്നു, ചില പള്ളികള് ആ പള്ളികളില് അടിഭാഗത്ത്, അതായത് ചിലപ്പം പള്ളിനെ നേരടിയിലായിരിക്കില്ല, പക്ഷെ പള്ളി മുകളിലും അതിന്റെ പൂമുഖം മുതൽ മുള്ളു വരെ മുകളിലും അതിന്റെ അടിയിൽ ബാത്റൂമൊക്കെ ആയിട്ട്, ഹൗസും ബാത്റൂമൊക്കെ ആയിട്ട് വരുന്നൊരു സംവിധാനം ഇപ്പൊ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ട് സ്ഥലമില്ലാത്തതിന്റെ പേരിൽ എന്താ അറിയില്ല. അപ്പൊ അങ്ങനെ അടിഭാഗത്ത് ബാത്റൂമുകളും മുകളിൽ നിസ്കാരവും നടത്തുന്ന രീതിയിൽ മഖൂഫ് ഇതിന് നേരെ താഴെയാണോ എന്ന് കറക്റ്റ് അറിയില്ല. പക്ഷെ എങ്കിലും അങ്ങനത്തെ ഒരു രീതി നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളമായിരുന്നു. പിന്നെ സുഹൃത്ത്, നമ്മുടെ ഒമാനുള്ള ഒരു സുഹൃത്ത്, റേഡിയോ ശ്രോതാവ്, അദ്ദേഹത്തിന്റെ അമ്മായിമ്മ കുഞ്ഞാമി അജ്മ പൂളക്കൂലി ചേരാപുരം എന്ന് പറഞ്ഞവർ ഇപ്പൊ കുറച്ച് അല്പം മരണപ്പെട്ടു എന്നൊരു വാർത്ത അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയുടെ ഖബറടവും സ്വർഗ്ഗപൂർണ്ണമായി കൊടുക്കുമാറാകട്ടെ. ഈ ലോക ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യുക. ദുആ സുത്രമായി കുളിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഖിറം സന്തോഷമാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ഒക്കെ അല്ലാഹു തആല വിട്ടു പുറത്തുമാറാക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മുകളിൽ നിസ്കാരമുണ്ട്, അതിന്റെ താഴ്ഭാഗത്ത് ഹൗദും അതുപോലെ മൂത്രപ്പരിയുണ്ട്. അതിന്റെ വിധി എന്താണ്? പള്ളിയായി വഖഫ് ചെയ്തതിന് ശേഷം ആ സ്ഥലത്ത് പിന്നെ മൂത്രപ്പരിയും മറ്റും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അതേസമയത്ത് ആദ്യം പള്ളി ആക്കാതെ താഴത്ത് ഹൗദും മൂത്രപ്പരിയും കക്കൂസും ഒക്കെ എടുത്തു, പള്ളി എടുത്തു. പക്ഷെ മോള് പൊന്തിച്ചപ്പം ഈ ഹൗദിന്റെയും മൂത്രപ്പരയുടെയും മുകൾ ഭാഗം കൂടി പൊന്തിച്ചു. മേലുള്ളത് വഖഫ് ചെയ്താൽ പോലും താഴേക്ക് ആ വഖഫ് ബാധിക്കൂല. ഇനി മോള് നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് ഈ ഹൗദും പരയുടെയും മൂത്രപ്പരന്റെയും മുകൾ ഭാഗം പള്ളി ആയിക്കൊള്ളണം എന്നുമില്ല. മനസ്സിലായില്ലേ? അത് പള്ളിയാണെങ്കിൽ വേറെ പള്ളിയായിട്ട് തന്നെ വഖഫ് ചെയ്തിരിക്കണം. അടിയിൽ നിലം വഖഫ് ചെയ്താൽ പിന്നെ അതിന്റെ മേപ്പെട്ട് എത്ര മേപ്പെട്ട് പോയാലും അതൊക്കെ പള്ളിയായിട്ട് വരും. അതിന്റെ മുകളിൽ എടുക്കുന്നതൊക്കെ പള്ളിയായിട്ട് വരും. അതേ സമയത്ത് മുകളിൽ ഒരു തട്ട് പള്ളിയായിട്ട് വഖഫ് ചെയ്താൽ അതുകൊണ്ട് അതിന്റെ താഴ്ഭാഗം പള്ളി ആയിക്കൊള്ളണം എന്നില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അടി ഇപ്പൊ നിലം നമ്മൾ പള്ളിയായിട്ട് വഖഫ് ചെയ്തു, ഞാൻ നിലത്തിന്റെ മുകളിൽ കെട്ടിപ്പൊക്കി 100 നില ഉണ്ടാക്കി 101ാമത്തെ നില വന്നാലും അതും പള്ളിയായിട്ടാ വരിക. അതേ സമയത്ത് മുകളിൽ ഒരു തട്ട് പള്ളിയാക്കി എന്നാൽ ആ പട്ട് തന്നെ പള്ളിയാവുള്ളൂ, അതിനപ്പുറത്ത് പള്ളിയാവൂല. മനസ്സിലായില്ലേ? അപ്പൊ താഴെ ഹൗദ് പരയും മൂത്രപ്പരയും എടുത്ത സ്ഥലം പള്ളിയായിട്ടില്ല, പള്ളിയാക്കിയിട്ടില്ല. അങ്ങനത്തെ സ്ഥലത്താണ് മൂത്രപ്പരയും ഹൗദും എടുത്തത്. അതിന്റെ മുകളിൽ നിന്ന് പള്ളി എടുത്തപ്പം മോൾ ആ ഭാഗം ഉൾപ്പെടുത്തിയാണ്. പള്ളിയായിട്ട് വഖഫ് ചെയ്തില്ലെങ്കിൽ പള്ളിയാവും, ഇല്ലെങ്കിൽ പള്ളിയാവൂല. രണ്ടായാലും നിസ്കരിക്കുന്നതോട് കുഴപ്പമില്ല. നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് പള്ളി ആയിക്കൊള്ളണം എന്നില്ല. ക്ഷമിക്കുക, ഉസ്താദ് സംശയം കൂടെ ഉണ്ടായിരുന്നു. സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു സുഹൃത്തിന്റെ കുറച്ച് കാശ് കിട്ടാറുണ്ട്. ആ കാശ് അദ്ദേഹത്തിന് സുഹൃത്ത് കിട്ടാൻ വഴി കാണുന്നില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്ത് വേറെ നാട്ടുകാരനാണ്, കടം വാങ്ങിയാണ്, കൊടുത്തിട്ടില്ല. റോഡ് ശ്രോതാന് സംശയമാണ്. കൊടുക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാൻ പ്രതീക്ഷയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കുറച്ച് സാധനങ്ങൾ ഇദ്ദേഹത്തിന്റെ റൂമിലുണ്ട്. ആ സാധനം നഷ്ടപ്പെട്ടു പോകുന്ന സാധനമാണ്. അപ്പൊ അത് എടുത്ത് ഉപയോഗിച്ചിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ ആ കിട്ടാനുള്ള പൈസക്ക് പകരമായിട്ട് ഈ സാധനം മിൽക്കാക്കാൻ പറ്റുമോ? ആ സാധനം ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അദ്ദേഹത്തിന് ആ പൈസ പൊരിച്ചപ്പെട്ട് കൊടുക്കുക, ഇതിന്റെ പകരം ഈ സാധനം എടുക്കുക. അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയാൽ, കോണ്ടാക്ട് ചെയ്ത് കിട്ടിയാൽ അദ്ദേഹം പൊരുത്തപ്പെടുകയും ചെയ്യാം എന്ന രീതിയിൽ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുണ്ടായിരുന്നു. പിന്നെ ഉസ്താദ് പറഞ്ഞ മസ്തലകള് ഈ പള്ളിയുടെ മുകൾ ഭാഗത്തോട്ട് എടുക്കുന്ന എല്ലാ പള്ളിയായിട്ട് തന്നെ വഖഫ് ചെയ്യപ്പെടും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ അതേ നിയമം കീപ്പോട്ടും അങ്ങനെ തന്നെ നിയമം ഉണ്ടാകും. കാരണം നമ്മളിപ്പം പള്ളി നിലം വഖഫ് ചെയ്തു, ആ വഖഫ് ചെയ്ത സ്ഥലം കീപ്പോട്ടും അതുപോലെ തന്നെ കുഴിച്ചെടുത്താൽ അതും പള്ളിയായിട്ട് വരൂല എന്നായിരുന്നു അന്ന് സംശയം കൂടെ. ഓക്കെ, മൈക്കിൾ ലിസീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഭൂമി അഥവാ ഒരു നിലം പള്ളിയായിട്ട് വഖഫ് ചെയ്താൽ അതിന്റെ മേലും തായും ഒക്കെ പള്ളി തന്നെ. പിന്നെ കീപ്പെട്ട് വേറെ മേപ്പെട്ട് വേറെ രണ്ട് നിയമമില്ല. ഈ നിലം പള്ളിയായിട്ട് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിലം കീപ്പോട്ടും മേപ്പോട്ടും ഒക്കെ പള്ളിയാ. അതേസമയത്ത് മേലെ ഒരു റൂം വഖഫ് ചെയ്താൽ ആ റൂം തന്നെ പള്ളിയാവുള്ളൂ.
അല്ലെങ്കിൽ ഒരു നില മാത്രം വഖഫ് ചെയ്താൽ ആ നില തന്നെ പള്ളിയാവുള്ളൂ. അതിന്റെ കീഴ്പൊട്ടും മേപ്പൊട്ടും അത് ബാധിക്കൂല. പിന്നെന്താ പറഞ്ഞ ഒരാൾക്ക് ഒരു സംഖ്യ കടം കൊടുത്തിട്ടുണ്ട്, അത് കിട്ടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കൊടുത്തു എന്നുള്ളത് ഹക്കാണ്. ആ കടം തനിക്ക് കിട്ടാനുള്ള വ്യക്തിയുടെ വസ്തു തന്റെ റൂമിലുണ്ട്. ഈ വസ്തു തനിക്ക് കിട്ടാനുള്ള സംഖ്യക്ക് തുല്യമായതോ അതിൽ താഴെയുള്ളതോ ആണെങ്കിൽ വേറെ വഴി ആ കാശ് ഈടാക്കാൻ ഇല്ലാത്ത സാഹചര്യം വന്നാൽ അദ്ദേഹത്തിന്റെ ഉടമയിൽപ്പെട്ട വസ്തുവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്റെ സംഖ്യയേക്കാൾ കൂടാത്ത സാധനം എടുത്ത് തനിക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നീട് അയാളെ നേരിൽ കണ്ടാൽ അത് ആ നിലക്ക് നിങ്ങൾക്ക് തരാനുള്ള കാശിന് പകരം ഞാൻ ഇതെടുത്ത് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കടം വീടുന്നതിന് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ അയാൾ ഹക്കുകാരനാവൂല. കാരണം തനിക്ക് കിട്ടാനുള്ള കാശ് കിട്ടാൻ വേറെ മാർഗമില്ലാതെ വന്നപ്പോൾ തനിക്ക് തരാനുള്ള ആളുടേതെന്ന് ഉറപ്പുള്ള വസ്തു, തനിക്ക് കിട്ടാനുള്ള സംഖ്യയിൽ കൂടുതലില്ലാത്ത വസ്തു താൻ എടുത്ത് ഉപയോഗിച്ചപ്പോൾ തനിക്ക് കിട്ടാനുള്ള ഹക്ക് അതിന് അങ്ങനെ കിട്ടിത്തരാകാന്ന്. അങ്ങനെ കിട്ടിത്തരായാൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കിട്ടാനുള്ള ഹക്ക്. പള്ളിയുടെ സ്ഥലം 10 സെന്റ് സ്ഥലം പള്ളിക്കായി വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പിന്നെ ഈ മൂത്രപ്പുര കെട്ടാൻ പറ്റൂല എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമുണ്ടോ എന്നും കൂടി ഒന്ന് വിശദീകരിച്ചല്ലേ. അങ്ങനെയല്ല പള്ളിക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്തുകൊണ്ടൊന്നും പള്ളിയാവൂല. പള്ളിയായി വഖഫ് ചെയ്യണം. അത് രണ്ടും രണ്ടാ. പള്ളിക്ക് വേണ്ടി നമ്മൾ വഖഫ് ചെയ്യേ അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങുക ഒക്കെ ചെയ്തുകൊണ്ട് പള്ളിയാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ച് സമയമല്ലേ സുഹൃത്തുക്കളെ കട്ടായിട്ടില്ലേ? കാരണം എനിക്ക് മാത്രമല്ല കട്ടാന്ന് തോന്നി, ആരും മൈക്കിൽ വരാത്തതുകൊണ്ടോ എന്നതാണ്. പക്ഷെ അത് ബഹുമാനപ്പെട്ട ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് കൈ ഉയർത്തിയാൽ മനസ്സിലാകായിരുന്നു ഉസ്താദ് ഇപ്പോ കട്ട് പോയിട്ടുണ്ടെന്നുള്ളത്. ബഹുമാനപ്പെട്ട ഓക്കെ, ഉസ്താദ് പറഞ്ഞ മറുപടി കേട്ടിരുന്നു അല്ലേ സുഹൃത്തുക്കളെ? അതായത് ഇൻഷാ അല്ലാഹ് മൈക്കിൽ വന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വേറെ ചോദ്യങ്ങളുണ്ട്. സൂര്യ ഉസ്താദ് ക്ഷമിക്കണം, കാരണം ആരും മൈക്കിൽ വരാത്തപ്പോ വന്നതാണ്. പിന്നെ ഉസ്താദ് ഇത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല, എന്നിരുന്നാലും ഒരു പ്രശസ്തമായ ചോദ്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ രോഗികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, രോഗികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു പ്രായമുള്ള ആൾക്കാരെയും അതല്ലാത്ത സീരിയസ് രോഗികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് ഇനി രക്ഷപ്പെടുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് അവർ ICUലും ഒക്കെ ഇട്ടിട്ട് എന്താക്കും, അവരുടെ വായ് ഒട്ടിച്ച് അതുപോലെ തന്നെ വെള്ളം കൊടുക്കുന്നത് മുട്ടിച്ചിട്ടുള്ള ഒരു സംവിധാനം ലാസ്റ്റ് ഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ മക്കളെ അതുപോലെ തന്നെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമഘട്ടമാണ്. അപ്പോൾ ഡോക്ടർമാർ അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അങ്ങനെ ചെയ്യുകയും വേണം. അതേ സ്ഥാനത്ത് ഉസ്താദുമാരിൽ നിന്ന് കേട്ടതുപോലെ ഈ ഇബ്ലീസ് വെള്ളം ആയിട്ട് വരും അവസാന സമയത്ത്, എന്നിട്ട് ദാഹിക്കുന്നവർക്ക് ആ വെള്ളമായി കുടിക്കേണ്ട ഗതി ഉണ്ടാകും എന്നുള്ള നിലക്കാണല്ലേ നമ്മൾ തൊട്ട് കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കളി ഇതിനൊന്നുള്ള ഒരു സംവിധാനം ഇല്ലാത്ത നിലക്ക് അവരുടെ കച്ചവട ലാഭം എന്നുള്ള നിലക്കോ അതല്ല ആ ചികിത്സാ രീതിയുടെ നിലക്കോ അവർ വായിക്കൂടി വെള്ളം കൊടുക്കാതെ മൂക്കിൽ കൂടി വെള്ളം കൊടുക്കുകയും അതുപോലെ മരണമാസന്നമായ സമയത്ത് പോലും അവർ ജ്യൂസ് അടക്കം അടിച്ചിട്ട് മൂക്കിലൂടെ അങ്ങ് വയറ്റിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ അവസരത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കഴിയുന്നതും അത്തരം രോഗികളെ മുസ്ലിമീങ്ങളായ ഡോക്ടർമാരോ
അതുപോലെ തന്നെ നഴ്സുമാരോ തുടങ്ങിയ ആളുകളുള്ള ആശുപത്രിയിലാവാൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ അവര് അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. കാരണം അവര് പരമാവധി രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അത് നമ്മൾ ഒരിക്കലും അവരെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഏതൊരു കച്ചവട സ്ഥാപനമാണെങ്കിൽ പോലും, കാരണം ഏതൊരു ആശുപത്രിയിലെ ഡോക്ടേഴ്സ് ആയാലും മറ്റ് ആശുപത്രി മാനേജ്മെന്റ് ആയാലും രോഗി പരമാവധി രക്ഷപ്പെടണം, അപകടപ്പെടരുത് എന്നത് അവരുടെ ബിസിനസിന്റെ തന്നെ ഭാഗമാണ്. അതിന്റെ പുറമെ ഒരു ഡോക്ടർ, ആത്മാർത്ഥതയുള്ള ഡോക്ടറും അതുപോലെ തന്നെ മറ്റ് നഴ്സിംഗ് സ്റ്റാഫും ഒക്കെ ആണെങ്കിലും അവരുടെയൊക്കെ ഉള്ളഴിഞ്ഞ പ്രാർത്ഥന നമ്മൾ പരിചരിക്കുന്ന രോഗി പരമാവധി രക്ഷപ്പെടണം എന്ന, അതിനുവേണ്ടി ആധുനിക ശാസ്ത്രം പറയുന്ന എല്ലാ മാർഗങ്ങളും അവർ അവസാനം വരെ ശ്രമിക്കും. അവരൊരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് നമ്മൾക്ക് മനസ്സിലാവില്ല. കാരണം അവര് ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാൽ, ബിസിനസ്സുകാരാണെങ്കിൽ അവിടെ പോയാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷ വന്നിട്ട് കൂടുതൽ ആളുകൾ വരട്ടെ എന്നുള്ള നിലക്ക് അവരും ഉദ്ദേശിക്കുന്ന അങ്ങനെ. വൈദ്യശാസ്ത്രത്തിനോട് ആത്മാർത്ഥതയുള്ള ജീവനക്കാര് നമ്മളുടെ രോഗി രക്ഷപ്പെടട്ടെ എന്ന ആത്മാർത്ഥമായ മനസ്സുണ്ടാകുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കും. എന്നാൽ മോമിനീങ്ങളായ ആളുകളാണ് ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഈ സിസ്റ്റർമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവര് അവസാന സമയം രക്ഷപ്പെടൂല എന്ന് കാണുന്ന സമയത്ത് കെലിമത്ത് ചൊല്ലിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ചെല്ലാനുള്ള സൗകര്യം ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഇനി തന്നെയല്ല രക്ഷപ്പെടൂല എന്ന് കാണുമ്പോൾ അങ്ങനത്തെ ആളുകൾ, ബന്ധപ്പെട്ട ആളുകളെ ആ സമയത്ത് ICUവിലാണെങ്കിൽ പോലും പ്രവേശിക്കാൻ സൗകര്യം ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ കഴിയുന്നതും ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് കണ്ടാൽ നമുക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കാനോ അതുപോലെ തന്നെ സൂറത്ത് യാസീന്, സൂറത്തു റായദ് തുടങ്ങിയവ ഓതാന് ഒക്കെ സൗകര്യം ചെയ്യാൻ ആവശ്യപ്പെടാം. അങ്ങനെ അതിന് സൗകര്യപ്പെടുന്ന ആശുപത്രികൾ തന്നെ ഉണ്ടാവാം. അതിന് മുൻഗണന കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാം. നേരത്തെ കൈവക്കിയിരുന്നാണ് ഈ കഴുങ്ങ് അതുപോലെ തെങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങള് ഒരു വർഷത്തേക്ക് ഒരു മൊത്തം വില കെട്ടി വിൽക്കുന്നത് ഇസ്ലാമികമായിട്ടുള്ള തെറ്റുണ്ടോ എന്നുള്ളത് അറിയാനാണ്. ഒരു വർഷം കായ്ക്കുന്ന തേങ്ങ അല്ലെങ്കിൽ ഒരു വർഷം കായ്ക്കുന്ന കഴുങ്ങ് അങ്ങനെ മൊത്തം മുൻകൂട്ടി വില കെട്ടി കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് അറിയാനായിരുന്നു. ഇസ്ലാമിലെ വ്യാപാര വ്യവസ്ഥ പ്രകാരം അത് പറ്റൂല. മനസ്സിലായില്ലേ? കാണാനായ കായ്ഫലങ്ങൾ അതിന്റെ കേടുവരുന്ന പ്രായം കഴിഞ്ഞ് ഏകദേശം മൂപ്പെത്തി ഇനി അധികമായി കേട് പറ്റില്ല എന്ന് കാണുന്ന സാഹചര്യത്തിലുള്ള കായ്ഫലങ്ങളല്ലാതെ വിൽപ്പന പറ്റൂല. അപ്പൊ ഇന്ന് നാട്ടിൽ നടപ്പിലുള്ള ഒരു കൊല്ലത്തേക്ക് പാട്ടം കൊടുക്കുക എന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. തെങ്ങ് ഇത്ര തെങ്ങ് എന്ന് പറഞ്ഞിട്ട് തെങ്ങ് കാണിച്ചു കൊടുത്ത് ഒരു കൊല്ലത്തിന് പാട്ടം കൊടുക്കാന്നാൽ ഒരു കൊല്ലം വരെ അതിലുണ്ടാവുന്ന കായ് ഫലങ്ങൾ എടുക്കാനുള്ള വ്യവസ്ഥയിൽ കച്ചവടം നടത്തുക. അത് ശരീഅത്തിന്റെ നിയമത്തിലുള്ള വ്യാപാര വ്യവസ്ഥിതി അനുസരിച്ച് പറ്റൂല. മനസ്സിലായില്ലേ? പിന്നെ കക്ഷി സമ്മതത്തോടു കൂടി ചെയ്യുന്ന ഇടപാടായതുകൊണ്ട് കാശ് വാങ്ങി തിന്നത് നാളെ ആഖിറത്തിൽ ഹക്ക് ചോദിക്കൂല. എങ്കിൽ പോലും ഇസ്ലാം നിയമപ്രകാരമുള്ള കച്ചവട വ്യവസ്ഥ പാലിക്കാത്ത കച്ചവടമായതുകൊണ്ട് അത് ദോഷങ്ങളിൽപ്പെട്ട ഹറാമായ വ്യാപാരമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ തെങ്ങ് ഒരു കൊല്ലത്തിന് പാട്ടം കൊടുക്കുക, കവുങ്ങ് ഒരു കൊല്ലത്തിന് പാട്ടം കൊടുക്കുക, അതുപോലെ കശുമാവ് ഒരു കൊല്ലത്തേക്ക് പാട്ടത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെയും ഇസ്ലാം ശരീഅത്തിന്റെ നിയമപ്രകാരം തെറ്റായ, നിയമം പാലിക്കാത്ത ഹറാമായ വ്യാപാരങ്ങളാവുന്നു. പക്ഷെ അങ്ങനെ വാങ്ങി തിന്നാല് നാളെ ആഖിറത്തിൽ ഹക്കടപാട് ചോദ്യം ചെയ്യൂല. കാരണം എന്താന്ന് വെച്ചാൽ ഉടമക്കാരനും ഈ വ്യാപാരിയും ഇഷ്ടപ്പെട്ട് പരസ്പരം കാശും വസ്തുവും കൈമാറാൻ സമ്മതിച്ചതായത് കൊണ്ട് ഹക്കടപാട് ഉണ്ടാവില്ല. ഹക്കടപാടില്ല എന്നത് കൊണ്ടിട്ട് സംഗതി ഹലാലാണെന്നല്ല, കാരണം കച്ചവടത്തിന് ഇസ്ലാം പറഞ്ഞ ഷർത്തുകൾ പാലിക്കാത്തത് കൊണ്ട് ഹറാമായ വ്യാപാരമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടു എന്ന നിലക്ക് ചെയ്തത് തെറ്റാവുന്നു. ആ സുഹൃത്ത് മൈക്കെടുക്കണില്ല. ഒറ്റ മിനിറ്റ് ചോദിക്കാനല്ല, ഉസ്താദ് ദുആ ചെയ്യുമ്പോ
നമ്മുടെ ഒരു സജീവ പ്രവർത്തകന്റെ ഭാര്യ 10-12 വർഷം മുന്നേ കുഞ്ഞുണ്ടായത്. പിന്നെ നമ്മുടെ റൂമിലൊക്കെ എപ്പോഴും സലാത്തിനൊക്കെ പങ്കെടുത്തിട്ട് ഉസ്താമാരുടെ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് മുമ്പ് സലാത്തിലൊരു കുഞ്ഞുണ്ടായത്. അത് വളർച്ച ഇല്ലാന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ട് അത് എടുത്ത് ഒഴിവാക്കണം എന്ന് ഇതുവരെ എടുത്ത് ഒഴിവാക്കിയിട്ടില്ല. അത് എന്നോട് പലവട്ടം ചോദിച്ച സുഹൃത്ത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ SYSന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടു. ഈ സ്ത്രീയുടെ രക്തം B നെഗറ്റീവാണ്. B നെഗറ്റീവ് 1000-ൽ ഒരാൾക്കുൾ ഉണ്ടാവുക. 6-ാം തീയതി, ഇന്ന് 3-ആണ്, 6-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം പറഞ്ഞു. ഇന്നലെ വേദന വന്നു, ഇന്ന് അഡ്മിറ്റ് ആക്കി. അപ്പൊ ഡോക്ടർക്ക് കൊണ്ടുപോയി. അപ്പൊ നിർബന്ധമായി കുട്ടിനെ എടുത്ത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വളരെ വിഷമത്തിലാണ് ഈ പ്രവർത്തകൻ. അപ്പൊ ഞാൻ ചുരുക്കിയിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് ബുഖാരി തങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആയില് അബൂബക്കർ എന്ന അദ്ദേഹത്തിന്റെ പേര്, കഞ്ഞിപ്പുരള്ള ആളാണ്, വളാഞ്ചേരി അടുത്ത്. അപ്പൊ ഉസ്താദ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് രക്തം ആവശ്യമില്ലാത്തൊരു ഘട്ടം വരുമാണ്, സുഖപ്രസവം വരുമാണ്. ഇന്നും ഡോക്ടർമാർ പരിശോധിച്ചിട്ട് വളർച്ച കുറവാണ്, പിന്നെ വളരെ വിഷമത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ രക്ഷപ്പെടണം. ഉസ്താദ് പ്രത്യേകിച്ച് ഉൾപ്പെടുത്തണം, ദുആയിലൊന്ന് ഉൾപ്പെടുത്തുന്നു. അടുത്ത ചോദ്യകർത്താവ് മൈക്കിലേക്ക് വന്നോളൂ. അദ്ദേഹത്തിന് ശബ്ദമില്ല. സമയം കുറച്ച് സമയം കൂടി ഉണ്ട്, 5 മിനിറ്റ് കൂടെ ഒക്കെ പറയാം. പക്ഷെ ഉള്ള ആളുകൾ മൈക്കെടുത്ത് പെട്ടെന്ന് വരണം. ഇന്ന് എന്തോ ഒരു സംഗതി, എന്തൊക്കെ ഒരു പ്രയാസം ഉണ്ട് ബൈലക്സിന്. എന്നാലും ഉള്ളവർ കുറച്ച് സമയം, 2-3 ആളുകൾ ഉണ്ട് കൈപൊക്കി നിൽക്കുന്ന, അവർക്ക് പെട്ടെന്ന് മൈക്ക് എടുത്തിട്ട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഉസ്താദ് ഒരു ചെറിയൊരു ആനുകാലികമായ ഒരു ചോദ്യമാണ്. അതായത് പിന്നെ ഇപ്പോ വഹാബികളായ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, അപ്പൊ ആ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ അവരോട്, പണ്ഡിതന്മാര് സാധാരണ നിസ്കരിക്കാറൊന്നുമില്ല, അപ്പൊ സാധാരണക്കാരായ ആളുകൾ അവരോട് ഏത് സമീപനാണ് നിലകൊള്ളേണ്ടത് എന്നുള്ളതെന്ന് ഉസ്താദ്, ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ആരെങ്കിലൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാല് അവരെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും അവർക്ക് അള്ളാഹു പിന്നെ പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുകയും ഇങ്ങനെയൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. അപ്പോ ഒരു വഹാബിയായ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാല് അദ്ദേഹത്തിന് വേണ്ടി എന്താണ് നാം, എന്തൊരു ഇതാണ് സ്വീകരിക്കേണ്ടത്? സാധാരണക്കാരായ ആളുകളും അപ്പോൾ തന്നെ ഉസ്താദന്മാരായ ആളുകൾക്കും സ്വീകരിക്കേണ്ട ഒരു വിഷയം ചെറുങ്ങനെ ഒന്ന് വിശദീകരിച്ചാൽ ഞാൻ ഉസ്താദ് മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതൊക്കെ ഏത് കണ്ണൊട്ടിയെ കൂടി തിരിയുന്ന നിലക്ക് ഇതിന്റെ ഇടക്ക് പല 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 പ്രാവശ്യം വിശദീകരിക്കപ്പെട്ടതാണ്. ഇപ്പോ അത് വിശദീകരിക്കേണ്ട പ്രസക്തിയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഏതോ ഒരു സാധു മരണപ്പെട്ടെന്ന് കേട്ടു. അതല്ലേ ഇപ്പൊ കേസ് നിങ്ങൾക്ക് ഇപ്പൊ പുതിയതായിട്ട്? മാതൃഭൂമി അയച്ചാൽ മതിയല്ലോ, നമ്മൾ നോക്കാം. നല്ല മാതൃഭൂമി അയക്കുക. അല്ല, ഇനി ജമാഅത്തുകാര് മരിച്ചാല് മുട്ടത്ത് വർക്കിന്റെ നോവൽ വായിക്കുക. അത് രണ്ടുമാണ് പണി. അല്ലാതെ ഫർള് വീടാൻ വേണ്ടിയിട്ട് വേറെ ആരും നിസ്കരിക്കാനില്ലെങ്കിൽ ആ ഫർള് വീടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിസ്കരിക്കണം. അത് ഫർള് കിഫായ. അത് മുസ്ലിമാണെന്ന് അറിയപ്പെടുന്ന, കാഫിറാണെന്ന് ഉറപ്പില്ലാത്ത ഏതാളാണെങ്കിലും ഫർള് വീടാൻ വേണ്ടിയിട്ട് ഒരു നിസ്കാരമുണ്ട്, അത് നിസ്കരിക്കാം. ഓയിബിന്റെ പേരിൽ എന്തായാലും നിസ്കരിക്കണമെങ്കിൽ ബഹുമാനിക്കപ്പെടാൻ പറ്റുന്നവരെ പേരിൽ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. അത് സാധാരണക്കാരനും അല്ലാത്തവർക്കും ഒക്കെ അത്രയേ ഉള്ളൂ. അല്ലാതെ നിസ്കാരം തന്നെ സഹിയല്ല, ഹറാമാണ് താനും. ബഹുമാനിക്കപ്പെടുന്നവർക്കല്ലാതെ ഓയിബിന്റെ പേരിലുള്ള നിസ്കാരം ഇല്ല. അത് ഉറപ്പല്ലേ? കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 സമയത്താണ് ഓയിബിന്റെ പേരിൽ നിസ്കരിച്ചതായിട്ട്, 1 ഖബറിങ്ങലും 2 ഓയിബിന്റെ പേരിൽ നിസ്കരിച്ചത്. രണ്ടും വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് വേണ്ടി. 1 നജാഷി രാജാവ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വളരെ സേവനം ചെയ്ത വലിയൊരു മഹാനായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഓയിബിന്റെ നിസ്കാരം നിസ്കരിച്ചു. പിന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടിരുന്ന വലിയൊരു മഹാനുണ്ട്. അദ്ദേഹം മരിച്ച വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തബൂക്കിൽ വെച്ച് അറിയിച്ചപ്പോൾ അവിടെ നിസ്കരിച്ചു, മദീനത്ത് മരിച്ച ആൾക്ക് വേണ്ടിയിട്ട്. 3-മത്തത് പള്ളി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായി രാത്രി മറമാടിയ വിവരം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ സഹാബത്തിനെയും കൂട്ടി ഖബറിങ്ങ പോയി നിസ്കരിച്ചു.
ഈ മൂന്നും വളരെ പ്രത്യേകമായി ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളായതുകൊണ്ട് അങ്ങനെ ബഹുമാനിക്കപ്പെടാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടി വായിബിന്റെ നേരിൽ നിസ്കരിക്കാൻ പാടുള്ളൂ. അതേ സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊരു വഹാബിയോ മൗദൂദിയോ ആയ ഒരാൾ മരിച്ചു, അവിടെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ഒരു മുസ്ലിമായ മനുഷ്യനും അവിടെ ഇല്ല, ഇയാൾ അങ്ങനെ ഒരു വഹാബി ആയിപ്പോയി തലതിരിഞ്ഞ, അല്ലെങ്കിൽ ഒരു മൗദൂദി ആയിപ്പോയി, അയാൾ മരിച്ചു നോക്കുമ്പോൾ ഞാൻ അയാളെ ജാതിപ്പെട്ടോരില്ല, നമ്മൾ തന്നെ ഉള്ളൂ. എന്നാ ആ ഫർള് വീടാൻ വേണ്ടിയിട്ട് ആ മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് 1-2 ആളുകൾ നിസ്കരിക്കും വേണം, മറമാടും വേണം. എന്നാൽ ഒരു ബഹുമാനാദരവിന്റെ പേരിലുള്ളത് ഇത്തരം വിദഗ്ധക്കാരുടെ ആരുടെ പേരിലും ബഹുമാനാദരവിന്റെ മേലിൽ നിസ്കാരം ഇല്ല. അതുകൊണ്ട് സാധാരണക്കാരും തന്നെ അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ ഫർള് കിഫായ വീടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക വേണം. ചോദ്യം, ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പുതിയ ട്രെൻഡ് കാണുന്നുണ്ട്. പിന്നെ ഹജ്ജിന് പോകാത്ത, ഇതുവരെ ഹജ്ജിന് പോകാൻ അവസരം ലഭിക്കാത്ത ആൾക്കാര് പിന്നെ ഉംറക്ക് പോകുന്നുണ്ട്. അത് ഏജന്റുമാരും അവരെ ഇങ്ങനെ വല്ലാതെ പിന്നെ അതിനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് 1 ലക്ഷം റുപ്യ എന്നാൽ മതി ഉംറക്കുണ്ടാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 60 വയസ്സിലൊക്കെ അധികമായ ആൾക്കാര് ഇതുവരെ ഹജ്ജിന് പോകാൻ സാധിക്കാതെ പൈസ ഇല്ലാത്തത് കൊണ്ട് അവര് 1 ലക്ഷം കൊടുത്ത് ഉംറക്കും കൂടെ പോകുമ്പോഴേക്ക് പിന്നെ ഹജ്ജിന് പോകാനുള്ള സാധ്യത പിന്നെയും മെലിയാണ്. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സാധ്യത ആ ഉംറക്ക് പോയില്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ 1 ലക്ഷം കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹജ്ജിന് പോകാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അതില്ലാതെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ മസല എന്താ, അവർക്ക് പിന്നെ ഹജ്ജിന് പോകാൻ സാധ്യത ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു മസല ഒന്ന് പറഞ്ഞു തന്നതായിരുന്നു. അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജും ഫർളാണ്, ഉംറയും ഫർളാണ്. ഹജ്ജിന് പോകുന്നവർക്ക് അതേ ചെലവിൽ തന്നെ ഉംറ കൂടി നിർവഹിക്കാൻ ഫർളുള്ളത് കൊണ്ട്, സൗകര്യമുള്ളത് കൊണ്ട് ഹജ്ജിന് കഴിവുള്ള ആള് ഹജ്ജും ഉംറയും ചെയ്യൽ ഫർളാവും. അതേ സമയത്ത് ഹജ്ജിനും ഉംറക്കും കൂടി പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല, ഒരു വിധത്തിൽ ഒപ്പിച്ചാൽ ഉംറക്ക് പോകാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഉംറ ഫർളാവും. ആ ഫർള് വീടിയാൽ അത് വീടും. പിന്നെ ഹജ്ജിനുള്ള കഴിവ് ഉണ്ടെങ്കിൽ പോയാൽ മതി, ഉണ്ടാക്കി പോകേണ്ട ആവശ്യമില്ല. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. സമയം മതിയാക്കേണ്ടി വരും. ഞാനാ പെട്ടെന്ന് ഇങ്ങനെ ലാസ്റ്റ് ഓരോരുത്തർ വരിക ചെയ്യുക, അതിന് സമയം ഉണ്ടാവില്ല. അത്യാവശ്യം ഉള്ള 3 ആളുകളുണ്ട്, അവർ വേഗം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ദുആ ചെയ്യണം, ബാങ്ക് കൊടുക്കാനായിരുന്നു. ഉസ്താദേ, പിന്നെ ഇവിടുന്ന് ഹജ്ജിന് മുമ്പ് റമദാനിന്റെ ശേഷമായിട്ട് മക്കയിൽ പോയി തിരുതാമസമാക്കിയ ആൾക്ക് ഹജ്ജിന് ഏറാം എടുക്കാൻ പറ്റുമോ, ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെറിയ സംശയം ചോദിക്കാനായിരുന്നു. മക്കയിൽ സ്ഥിരതാമസമാക്കിയ ആൾക്ക് 3 മാസം മുമ്പ് തന്നെ സ്ഥിരതാമസക്കാരനായ ആള് അവിടുന്ന് ഹെറാം എടുക്കാൻ പറ്റുമോ, അഥവാ സാമ്പത്തികമായിട്ട് അവിടെ പോയി താമസിക്കുക എന്നുള്ളതോടുകൂടി, മുത്തലക്കൻ ഹജ്ജിന് എന്നുള്ളതിലല്ല, താമസിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനത്തെ ആൾക്ക് ഹജ്ജ് അവിടെ വെച്ച് വീട്ടിയാൽ വരും. യഥാർത്ഥത്തിൽ പുറത്താണ് ഉള്ളത് എങ്കിലും അവിടെ പോയി തിരുതാമസം 3 മാസം താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? സ്ഥിരതാമസം എന്ന് പറഞ്ഞ നാട്ടുകാർക്കല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മുഖീമീങ്ങളല്ലേ, ഇഖാമ, ദാറുൽ ഇഖാമ എന്നാല്. ഹജ്ജിന് അല്ലെങ്കിലും മക്കയിലേക്ക് ഹജ്ജ് മാസത്തിന്റെ മുമ്പ് അഥവാ ശവ്വാൽ 1 മുമ്പ് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പോകാൻ പറ്റൂലല്ലോ. ആ സമയത്ത് ഉംറ ചെയ്ത് മക്കത്ത് പോയി താമസിച്ചു. പിന്നെ മക്കയിൽ താമസിക്കുന്ന ആള് മക്കത്ത് നിന്ന് തന്നെയാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത്. പിന്നെ അവിടെ ഇഹ്റാം ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ മക്കത്ത് നിന്ന് തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്. പക്ഷേ ഹജ്ജ് മാസങ്ങളിൽ അദ്ദേഹം ഉംറ നിർവഹിച്ചിരുന്നു എങ്കിൽ പുറത്തു മീഖാത്തിൽ പോകാതെ പിന്നെ അവിടെ വെച്ചിട്ട് തന്നെ ഹജ്ജിന് ഇഹ്റാമും ചെയ്താൽ അവിടെ ഫിദിയ വേണ്ടി വരും. ഏത് തമത്വന്റെ ഫിദിയ വേണ്ടി വരും, അത് വേറെ വിഷയമാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ട ആള് മക്കയിലാണെങ്കിൽ മക്കയിൽ നിന്ന് തന്നെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്. മീഖാത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മീഖാത്തിന്റെ പുറത്താണെങ്കിൽ മീഖാത്ത് നിന്ന് ഇഹ്റാം ചെയ്യണം.
മീഖാത്തിന്റെ ഉള്ളിൽ മക്കത്തിന്റെ അടക്കാണെങ്കിൽ അവനവൻ താമസിക്കുന്ന സ്ഥലത്ത് ഇഹ്റാം ചെയ്യണം. മക്കയിലാണ് താമസിക്കുന്നതെങ്കിൽ മക്കന്ന് ഇഹ്റാം ചെയ്യണം. വേറെ പുറത്ത് പോകണ്ടെന്നാ, മക്കത്ത് തന്നെ ഇഹ്റാം ചെയ്യണം. അതിന് എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, നമ്മൾ അമുസ്ലിം സഹോദരന്മാരോട് കൂടി ഇരുന്ന് ഒരു പാത്രത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ചെറിയൊരു സംശയമാണ്. അസ്സലാമു അലൈക്കും. മുസ്ലിങ്ങളോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തെറ്റ് ഹറാമൊന്നുമില്ല. പക്ഷേ കള്ള്, മറ്റ് നജസ് പോലെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ നിലക്ക് ഹറാമാവും. അതൊന്നുമില്ല. ത്വാഹിറായ പാത്രത്തിലാണ്, ഹലാലായ ഭക്ഷണമാണ് എങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് അവരുപയോഗിക്കുന്ന പാത്രം അവരുടെ പാത്രമാവുമ്പോൾ അവര് ഈ ഗോമൂത്രം കൊണ്ടും പശുവിന്റെ ചാണകം കൊണ്ടും ഒക്കെ വൃത്തിയാക്കുന്നവരും നായ തൊട്ടാൽ നജസ്സല്ലാത്തവരും ഒക്കെ ആയതുകൊണ്ട് അവരുടെ പാത്രങ്ങളും മറ്റുമൊക്കെ ആവുമ്പോൾ അതിൽ കറാഹത്ത് വരും. അതില്ല. നമുക്ക് അറിയുന്ന ഒരു ഉദാഹരണം, നമ്മളൊരു കല്യാണ സ്ഥലത്താണ്, ആ കല്യാണം മുസ്ലിങ്ങളുടെ കല്യാണമാണ്, അവിടെ പാത്രമോ സാധനങ്ങളോ ഒക്കെ നമ്മൾ തന്നെയാണ്, പക്ഷെ ഒന്നിച്ചാ ഭക്ഷണം കഴിക്കുന്നത്, അതിൽ നജസ്സോ മറ്റൊന്നും ഇല്ല എന്നായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി സമയം ഒരാളുകൂടി ഉണ്ട്. തങ്ങൾ പാപ്പ കുറെ ചോദിച്ചാൽ ഇനി പിന്നെയും ചോദിക്കുക, സമയമില്ല. കാരണം ചെറുതായിട്ടൊന്ന് ദ്വാരക്കണം, കാര്യമായിട്ട് ഒരാൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്കാണെങ്കിൽ ഇപ്പൊ വളരെ നേരത്തെ ആവും. അല്ലല്ലോ, ബാങ്കിനായല്ലോ, 45 കരുതി ഞാൻ വെച്ചതാണ്. സമയം 40:42 ബാങ്ക് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ ക്ഷമിക്കുക, സമയമില്ലാത്തത് കൊണ്ട് ബാങ്കിനായിന് 42 ബാങ്കാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി കബൂലാക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കുമാറാകട്ടെ. അർഹമർ റഹീമായ രാജസീദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ ഒരുപാട് വീഴ്ചകളും തെറ്റുകളും ചെയ്തവരാണ്. ഞങ്ങൾക്ക് നീ നിന്റെ മഹ്ലായ ഫള് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ദീർഘകാലം സേവനങ്ങൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, മരണപ്പെട്ടു പോയി. അവരുടെയൊക്കെ ആഖിറം നീ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നിനക്കറിയാം അവരുടെ അവസ്ഥയും അവരുടെ ഉദ്ദേശവും. റബ്ബേ, എത്ര പ്രയാസമുണ്ടെങ്കിലും നിന്നെ സംബന്ധിച്ച് ഒന്നും പ്രയാസമല്ല. ആ സഹോദരന്റെ ഭാര്യ, ഡോക്ടർമാര് അവർക്ക് എന്തറിഞ്ഞ്, അവരൊക്കെ പ്രത്യക്ഷത്തിലുള്ളതല്ലാതെ ഒന്നും അറിയില്ല. തന്നെയല്ല, എല്ലാത്തിനും കുതിരത്തുള്ള റബ്ബാവുന്ന നീ ആ സഹോദരന്റെ ഭാര്യക്ക് ഓപ്പറേഷൻ ആവശ്യമില്ലാതെ തന്നെ നോർമലായ സാദാ സുഖപ്രസവം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സാബിൽ ബദരീങ്ങളുടെ ഹക്കുകൊണ്ട്, ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല തങ്ങളുടെ കറാമത്ത് കൊണ്ട്, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയുടെയും ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആലയുടെയും മറ്റു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെയും ഒക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ആ സഹോദരിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷകരമായി റാഹത്തായ സുഖപ്രസവം നോർമലായ നിലക്ക് നീ നൽകണേ റഹ്മാനെ. ഓപ്പറേഷൻ ആവശ്യമില്ലാതെ തന്നെ നീ വിജയിപ്പിക്കണേ അല്ലാ. ഈ മഹദികളുടെ ബറക്കത്ത് കറാമത്ത് കൊണ്ട് അത്ഭുതകരമായി നീ സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാവരുടെയും ഖൈറായ ഉറാദുകളൊക്കെ നീ ഹസനാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയിലും പഠനത്തിലും നീ ഉന്നതമായ വിജയം കൊടുക്കണേ തമ്പുരാനെ. മക്കളിൽ പ്രായപൂർത്തിയെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നീ കൊടുക്കണേ അല്ലാ. അവരെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കി എന്നും നിലനിർത്തി തരണേ അല്ലാ. അവർ സന്തോഷകരമായ ഖൈറായ നിലക്ക് ജീവിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ ദിവസം തോറും പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയാന്ന് മരണപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പെട്ടെന്ന് മരണപ്പെട്ടു. ഉദുവോടുകൂടിയാണ് പാരിപസ്കാരം ജമാഅത്ത് കഴിഞ്ഞു വന്ന് പിന്നീട് രണ്ടാമത് ബാത്റൂമിൽ പോയി ഉദു പുതുക്കി
നിമിഷങ്ങൾക്കകം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആഖിറം നീ സന്തോഷമാക്കി കൊടുക്കണേ റബ്ബേ. വന്നുപോയ തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അദ്ദേഹം ചെയ്ത എല്ലാ ഹൈറായ പ്രവർത്തനങ്ങളും നീ കബൂലാക്കി അതിന്റെയൊക്കെ സവാബിനെ ആ കബറിടത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ ഞങ്ങളിൽ നിന്നിട്ട് മരണപ്പെട്ടുപോയ ഉമ്മവാപ്പമാര്, ഉപ്പാപ്പമ്മമാര്, അമ്മോശൻ അമ്മായിമ്മമാര്, അതുപോലെ തന്നെ ഉസ്താദന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, പ്രവർത്തകന്മാര്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ ആഖിറം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, മാരകമായ ഭീകരമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. ഈ സൗദി അറേബ്യയിലും അതുപോലെ മറ്റ് ഗൾഫ് കൺട്രിയിൽ പല രാജ്യങ്ങളിലും കൊറോണ വൈറസ് എന്ന് പറയുന്ന ഭീകരമായ ഒരു രോഗാണു പടർന്നു പിടിച്ച് ഒരുപാട് ആളുകൾ ഇതിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റബ്ബെ, അത്തരം ഫിത്നകളിൽ നിന്നിട്ട് ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. പടച്ചവനെ, അത്തരം വബാരോഗങ്ങളെ നീ എടുത്തു കളയണേ അല്ലാ. പടച്ചവനെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതും അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഈ നാട്, അസ്ഹാബുൽ ബദരീങ്ങളുടെ നാട്, അഹ്ലുബൈത്തിന്റെ നാട്, പടച്ചവനെ, ഈ നാട്ടിൽ എല്ലാവിധ അത്തരം മുസീബത്തുകളും ആഫത്തുകളും നീ നീക്കിക്കളഞ്ഞ് സന്തോഷവും സമാധാനവും ആഫിയത്തും നൽകണേ റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബേ, മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ആഫിയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് ഞങ്ങളെ നോക്കുന്നവർക്ക് ഒരു ബാധ്യതയാക്കി ഞങ്ങളെ നീ കിടത്തല്ലേ റഹ്മാനെ. റഹ്മാൻ റബ്ബേ, മരണം ഹൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ അക്കടവാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമുച്ചരിച്ച് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി തരണേ അല്ലാ. മഹ്ശറാ വൻസബിൽ അർശിന്റെ തണലേഖപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നീ പെടുത്തണേ അല്ലാ. ഹബീബിന്റെ ചാരത്തണഞ്ഞ അഷ്റഫാക്കപ്പെട്ട തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അവിടുത്തെ ഷഫാഅത്ത് കൊണ്ട് വിജയികളാവുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ തഖിയല്ലണേ റഹ്മാനെ. റബ്ബെ, പ്രയാസമേറിയ സിറാത്ത് പാലം മിന്നൽ വേഗം വിട്ടുകടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അൻബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ജിവാറിൽ റബ്ബെ നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ, മക്കള്, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തു തന്നവർ, ഞങ്ങളോട് ദുആ വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ വസിയ്യത്ത് ഏറ്റെടുത്ത എല്ലാ മോമിനും മോമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ദുന്യാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീഇൽ അൻബിയാഇൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.